താരപുത്രി ദിയ കൃഷ്ണയുടെ ഗർഭകാലത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടുകയാണ്. 2 ദിവസം മുൻപായിരുന്നു 5-ാം മാസത്തെ ഗർഭകാലത്തെ ചടങ്ങ് നടത്തിയതിന്റെ വിശേഷങ്ങൾ ദിയ കൃഷ്ണയും കുടുംബവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത്. 2 ദിവസത്തോളം നീണ്ടുനിന്ന ചടങ്ങുകളായിരുന്നു നടന്നത്. ആദ്യത്തെ ദിവസം ദിയയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകളാണ്. 2ാമത്തെ ദിവസമാകട്ടെ ദിയയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള ചടങ്ങുകളായിരുന്നു. ആദ്യത്തെ ദിവസം അശ്വിനും ദിയയും തന്നെയായിരുന്നു പ്രാധാന്യം. 2 ചടങ്ങും വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു താരകുടുംബം ആഘോഷിച്ചത്. അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുകയാണ്. ഇതിനോടൊപ്പം തന്നെ ദിയ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. ദിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ ചടങ്ങുകൾക്കെല്ലാം പിന്നിൽ അശ്വിന്റെ അമ്മയാണ്. അമ്മയുടെ ബുദ്ധിയാണ് കൂടുതലും. ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. മോഡേൺ രീതിയിലുള്ള വസ്ത്രധാരണത്തോടാണ് താല്പര്യം. അതേ രൂപത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ദിയ കൃഷ്ണ. അധിക ആഭരണങ്ങളോടും സാരിയോടും ഒന്നും ഒട്ടും താല്പര്യമില്ല ദിയയ്ക്ക്. എന്നിട്ടും തന്റെ 5-ാം മാസ ചടങ്ങിൽ അതീവ സുന്ദരിയായി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ പോലെ, എന്നാൽ അതീവ സുന്ദരിയായ ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരുന്നു ദിയ കൃഷ്ണ വേദിയിലേക്ക് എത്തിയത്. ദിയ തന്റെ വിവാഹത്തിന് പോലും ഇത്രമാത്രം ഒരുങ്ങിയിരുന്നില്ല. വളരെയധികം ലളിതമായ ആഭരണങ്ങളും സാരിയുമായിരുന്നു ദിയ തന്റെ വിവാഹത്തിന് അണിഞ്ഞിരുന്നത്. ഹെയറിൽ പോലും അധികം ആഭരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ദിയയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതീവ സിമ്പിൾ ആയിട്ടുള്ള ലുക്കിലായിരുന്നു തന്റെ വിവാഹത്തിന് ദിയ എത്തിയത്. എന്നാൽ 5-ാം മാസത്തെ ഗർഭകാലത്തെ ഈ ചടങ്ങിലാകട്ടെ ദിയാകൃഷ്ണ വളരെയധികം ഒരുങ്ങിയിട്ടുണ്ട്. ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ പോലെയായിരുന്നു. തമിഴ്നാട് രീതിയിലുള്ള വെഡ്ഡിംഗ് പ്രകാരമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണ വേദിയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ആരാധകരെല്ലാവരും പറഞ്ഞിരുന്നു, ദിയ കൃഷ്ണയുടെ ഈ വസ്ത്രധാരണത്തിനും ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെയും ഒരു തമിഴ്നാട് ടച്ച് ഉണ്ട് എന്നുള്ളത്. അത് സത്യം തന്നെയായി. ഇപ്പോൾ ദിയ തന്നെ പറയുകയാണ്, എനിക്കിതൊന്നും ഇഷ്ടമില്ലായിരുന്നു. എല്ലാം അമ്മയുടെ ഒരൊറ്റ നിർബന്ധമാണ്. ദിയ കൃഷ്ണ പറഞ്ഞത് സിന്ധു കൃഷ്ണയെ പറ്റിയല്ലായിരുന്നു. പകരം ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിന്റെ അമ്മയായ മീനമ്മയെ കുറിച്ചായിരുന്നു. മീനമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ദിയ കൃഷ്ണയെ. ഒരു മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ടാണ് ദിയ കൃഷ്ണയെ കൊണ്ടു നടക്കുന്നത് മീനമ്മ. മീനമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ദിയാകൃഷ്ണ ഗർഭിണിയാകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചടങ്ങെല്ലാം നടത്തി ഒരു വധുവിനെ പോലെ തന്നെ അണിയിച്ചൊരുക്കണമെന്നുള്ളത്. ഞങ്ങളുടെ വിവാഹം നടന്ന സമയത്ത് ബ്രാഹ്മണ രീതിയിലുള്ള, അതായത് തമിഴ്നാട് രീതിയിലുള്ള ആചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങും നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ആ സങ്കടം ഇപ്പോൾ മാറുകയാണ്. കുഞ്ഞിന്റെ ഭാഗമായിട്ട് കുഞ്ഞിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ രീതിയിലും ആചാരങ്ങൾ നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ സന്തോഷമാണ് എന്ന് തന്നെയാണ് ദിയ ഇപ്പോൾ പറയുന്നത്. ഇത്രമാത്രം സ്നേഹമുള്ള, ഇത്രമാത്രം സ്നേഹനിധിയായ ഒരു അമ്മയെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ആരാധകരും ഇപ്പോൾ പറയുന്നു. ദിയ കൃഷ്ണയുടെ 5-ാം മാസ ചടങ്ങിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും.